ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ വീണ്ടും നമ്മുടെ വടയക്ഷി വിഷം തുപ്പി തലമുക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ പ്രാവശ്യം ശബരിമലയിൽ ഒരു പച്ചക്കൊടി കണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അമ്മച്ചി കിടന്നങ്ങോട്ട് തൂറി മെഴുകുന്നത്. സത്യം പറഞ്ഞാൽ ഇതുപോലെ ചില പുഴുത്ത ജന്മങ്ങളുണ്ടല്ലോ, നമ്മുടെ ഈ സമൂഹത്തിലേക്ക് ഇറക്കി വിടുന്ന വിഷം. അത് നമ്മുടെ ഈ നിയമപാലകരൊക്കെ എന്ത് ചെയ്യുകയാണ്? ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വെറുതെ നമ്മൾ എന്തെങ്കിലും കുറിച്ചിട്ടൊന്ന് വിമർശിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ചിട്ട് അത് ചെയ്ത് തെറ്റാണ് എന്ന് പറഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്കെതിരെ വരുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ, സൈബർ ആക്രമണങ്ങൾ. ഈ സൈബർ ആക്രമണങ്ങളൊന്നും നമ്മൾ ഭയക്കുന്നില്ല, അത് വേറൊരു വിഷയം. കാരണം തീയിൽ കുരുത്തത് വെയിലത്ത് പാടില്ല എന്നാണല്ലോ. അപ്പോൾ അത് നമ്മൾ വലിയ കാര്യമാക്കുന്നില്ല. അപ്പോൾ ഇന്ന് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഈ അമ്മായിയുടെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറയണം എനിക്കുന്നു. അപ്പോൾ അമ്മായിയുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ഇത് ഒന്ന് പെടുത്തിയിട്ട് നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. RSS നിയന്ത്രണത്തിലുള്ള സ്കൂൾ പരിസരത്ത് സ്ഫോടനം. പാലക്കാട് വ്യാസവിദ്യാപീഠം സ്കൂളിന് സമീപമാണ് സ്ഫോടനം നടന്നത്. 10 വയസ്സുകാരന് പരിക്ക്. നിരവധി പന്നിപ്പടക്കങ്ങൾ കണ്ടെടുത്തു. അപ്പോൾ ഇത് ഇവരുടെ ഒരു തൊഴിലാണല്ലോ. അതെ, ഈ RSS സംഘപരിവാറിൻ്റെ ഒരു തൊഴിലാണല്ലോ ഈ ബോംബ് ഉണ്ടാക്കുക, അത് കയ്യിരുന്ന് പൊട്ടുക. ഇതുപോലുള്ള സ്കൂൾ വിദ്യാഭ്യാസം പഠിപ്പിക്കുന്ന സ്കൂളുകളിലൊക്കെ ഇത്തരത്തിൽ പരിസരത്തൊക്കെ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ശേഖരിച്ച് വെക്കുക. അപ്പോൾ ഇത് ഇവരുടെ ഒരു സ്ഥിരം പരിപാടി. കാരണം രാജ്യത്തിൻ്റെ സ്വയം സേവ സംഘകരാണല്ലോ. ഏത് നിമിഷവും രാജ്യത്തിന് നേരെ വരുന്ന അറ്റാക്കുകൾ നേരിടാൻ വേണ്ടി നമ്മുടെ മിലിറ്ററിയെക്കാട്ടി സജ്ജരാണ് ഈ കർമ്മധീര ഭടന്മാർ എന്നൊക്കെ. അതുകൊണ്ടാണല്ലോ രാജ്യത്തിൻ്റെ സ്വയം സേവ സംഘകർ എന്നിട്ടിരിക്കുന്നത്. ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ്റെ നെഞ്ചത്ത് കയറാനും ന്യൂനപക്ഷങ്ങളെയൊക്കെ ഓടിച്ചിട്ട് മർദ്ദിക്കാനും കൂട്ടത്തോടെ മർദ്ദിക്കാനൊക്കെ അല്ലാതെ ഈ നാറികൾക്ക് വേറെ എന്തെങ്കിലും അറിയാവുക? ഈ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി എന്തെങ്കിലും ഈ വൃത്തികെട്ടന്മാർ ചെയ്യുന്നുണ്ട്. ആ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സംഘപരിവാറും സംഘികളും. കാരണം ഈ സിന്ദൂർ ഓപ്പറേഷന് ശേഷം ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 55 രാജ്യസ്നേഹികളെ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പൊക്കിയതൊക്കെ നമ്മൾ കണ്ടതാണ്. പൊക്കിയതും അവരുടെ പോലീസും അവരുടെ ഇൻ്റലിജൻസും ഒക്കെ തന്നെയാണ്. രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നു, രാജ്യത്തിൻ്റെ മിലിറ്ററി രഹസ്യങ്ങളൊക്കെ ചോർത്തി കൊടുക്കുന്നതൊക്കെ കണ്ടത് നമ്മൾ. അതിനകത്തൊന്നും ഒരു അബൂബക്കറിനെയോ ഒരു ഇല്യാസിനെയോ അല്ലെങ്കിൽ ഒരു ആന്റണിയോ ഒന്നും നമ്മൾ കണ്ടില്ല. ഈ പറയപ്പെടുന്ന രാജ്യസ്നേഹികളെ മാത്രമാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ഈ പാലക്കൽ വടയക്ഷി അമ്മായിയുടെ കണ്ണിലൊന്നും കാണത്തില്ല കേട്ടോ. അപ്പം അമ്മായി കേരളത്തിൽ എങ്ങനെങ്കിലുമൊക്കെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണം, ഈ ജനങ്ങളുടെ ഇടയിൽ വിഭാഗീയത ഉണ്ടാക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നിരന്തരം ഇവരുടെ ഈ സെപ്റ്റി ടാങ്കിൽ വന്നിരുന്നുകൊണ്ട് അങ്ങ് മെഴുകി മറിയുക. അപ്പം നമുക്ക് ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ എൻ്റെ പ്രിയപ്പെട്ടവരെ. പോവാം. വലിയൊരു വിഷയം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? എവിടെ ഇതൊന്നും അറിയാനുള്ള താല്പര്യം നിങ്ങൾക്ക് ഉണ്ടാവില്ല അല്ലേ? അതെങ്ങനെയാന്ന്. പച്ചക്കൊടി, ആ പച്ചക്കൊടി കെട്ടിയത് ആരാന്ന് പോലും പോലീസുകാർക്ക് അറിയില്ല പോലും. എന്തൊരു നാട് അല്ലേ? ഇനിയിപ്പം ബാങ്ക് വിളിയോ അല്ലെങ്കിൽ പച്ചക്കൊടി കെട്ടുവോ എന്ത് വേണ്ടെങ്കിലും ചെയ്തോട്ടെ, ഹിന്ദുക്കളല്ലേ, അവരാരും മിണ്ടൂല. പക്ഷെ സുന്നത്ത് കല്യാണം മാത്രം നടത്തരുത് നിങ്ങൾ കേട്ടാ. ഇതൊന്നും പോലീസുകാർ അറിയൂല പോലും. എന്താ ചെയ്യ? പോലീസുകാർ മാത്രമല്ല, ദേവസ്വം ബോർഡും അറിയില്ല പോലും. ഈ CC ക്യാമറ CCTV ഒക്കെ ഇല്ലേ, അത് അന്വേഷിച്ച സമയത്ത് അവിടെയുള്ള പ്രമുഖന്മാർ ഇത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നുമില്ല പോലും. അപ്പം ഇതാരുടെ ഒത്തുകളിയാ? ഒന്ന് പറഞ്ഞട്ടെ, ആരുടെ ഒത്തുകളിയാന്നുള്ളത്? ദേവസ്വം ഭരിക്കുന്നത് ആരാന്നാ വിചാരം? ഇനി നിങ്ങൾ പറയൂ ഇത് കളവാണെന്നുള്ളത്. വീഡിയോ ഉണ്ട്, കണ്ടു വെക്കുക. ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം. ഇനി ഈ പ്രത്യേക വിഭാഗത്തിന്റെ ആൾക്കാർ പറയുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കുരു പൊട്ടിയിട്ടേ പറയും. അവർ മാത്രമേ എന്റെ ഇതിൻ്റെ അകത്ത് വന്നിട്ട് ചീത്ത പറയാറുള്ളൂ. അത് എന്നെ അധികം വിളിക്കുക വർഗീയവാദിയാന്ന്. ഇത് പറഞ്ഞതിനെ കൊണ്ട് വർഗീയവാദിയാക്കുന്നുണ്ടോ? നിങ്ങളാക്കിക്കോപ്പ, നമ്മക്കെന്ത്. എന്തായാലും പള്ളികളിലൊന്നും ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. നമ്മളെ അമ്പലങ്ങളായതുകൊണ്ട് ആരും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ. ഇല്ലല്ലേ? അതാണ് സംഭവം. ഇപ്പം ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ ഒരു താത്ത വിളയാടുന്നുണ്ട്. ആരെങ്കിലും ചോദിക്കാനും പറയാനും ഉണ്ടാവും. അവർക്ക് ദേവസ്വം ഗുരുവായൂരിന്റെ ഉള്ളിൽ പോവാം, അതുപോലെ തന്നെ അവിടെ തന്ത്രിന്റെ റൂമിൽ കയറാം. മറ്റുള്ള ആൾക്കാർക്ക് അവിടെ അങ്ങോട്ടേക്ക് ഫോട്ടോ എടുക്കാനും പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. ഇവർക്ക് വേണ്ടിയിൽ എന്തും ചെയ്യാം. അതുപോലെ നാടായി മാറി നമ്മുടെ കൊച്ചു കേരളം. അതും ശബരിമലയിൽ ഒരു കൊടി കെട്ടിയത് പോലും പോലീസുകാർ അറിയില്ല പോലും, ദേവസ്വം ബോർഡ് അറിയില്ല പോലും. വിശ്വസിക്കണം. അപ്പൊ വീഡിയോ കാണാം. അപ്പോൾ കേട്ടല്ലോ അമ്മായി പറഞ്ഞത്. അതായത് ശബരിമലയിൽ പച്ചക്കൊടി കണ്ടുപോലും
രാജ്യത്തിൻ്റെ ത്രിവർണ്ണ പതാക മാറ്റിയിട്ട് കാവിക്കോണകമാക്കണമെന്ന് പറഞ്ഞ നേതാവ് പാലക്കാടുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഈ ശബരിമല എന്ന് പറയുമ്പോഴത്തേക്ക് ഇവക്കാരെങ്കിലും അങ്ങോട്ട് തീരെഴുതി കൊടുത്തിട്ടുണ്ടോ? ഇവിടുത്തെ ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും എത്തുന്ന ഒരിടമാണ് ശബരിമല. അവിടെ വാവര് സ്വാമി എന്ന് പറയുന്നത് അയ്യപ്പൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്. അദ്ദേഹത്തെ കണ്ടിട്ടാണ് ഈ പറയപ്പെടുന്ന ആളുകളെല്ലാം 18-ാം പടി ചവിട്ടുന്നത് അല്ലേ. അവിടെ പോകുന്നവർ മനസ്സ് ശുദ്ധമാക്കിയിട്ടാണ് പോകുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് ഈ വിഷം തുപ്പുന്ന ഈ വിഷജന്തു സത്യത്തിൽ കേരളത്തിൻ്റെ സ്ത്രീ ജനങ്ങൾക്ക് തന്നെ അപമാനമല്ലേ. പിന്നെ രാവിലെ 1.5 മണിക്കൂർ കുത്തിയിരുന്ന് പുട്ടിയിട്ടിട്ടാണ് അമ്മായി തള്ള വീഡിയോയുടെ മുമ്പിൽ വരുന്നത്. എങ്ങാനും നോർമലി ആണ് അമ്മായി തള്ള വീഡിയോയിൽ വരുന്നെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കേട്ടോ കണ്ട് പേടിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു വീഡിയോയും കൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒന്ന് കണ്ടു. നമസ്കാരം. ഇത്രക്കായിരം പോലീസുകാരും ഇത്രക്കായിരം സെക്യൂരിറ്റികളും ഉണ്ടായിട്ട് ആ കൊടി എങ്ങനെ വന്നു? ആ പച്ചക്കൊടി ദേവസ്വം ബോർഡ് കണ്ടില്ലായിരുന്നോ? എന്താ ഇഷ്ടന്മാരെ നിങ്ങളൊക്കെ ഇങ്ങനെ? ഒരുപക്ഷെ വിവാദം ഉണ്ടാക്കേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു ദേവസ്വം കാർഡ് തന്നെ കൊണ്ടുപോയിട്ട് അവിടെ കെട്ടിയതായിരിക്കും അല്ലെ. ഇത്രയും വലിയ സെക്യൂരിറ്റിയും പോലീസുകാരും ഒക്കെ ഉണ്ടായിട്ടും ആ ശബരിമല എന്ന പുണ്യ പൂങ്കാവനത്തില് ആ കൊടി കെട്ടിയ അതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഗീയ കലാപത്തിന് വേണ്ടിയിട്ടായിരിക്കൂലേ? ആണോ അല്ലയോ? നിങ്ങൾ തന്നെ മറുപടി പറയണം. കാരണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും അടിച്ച് എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് കളിക്കുന്ന ഉള്ളുകൊണ്ട് കളിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ചിലപ്പം അതും ആവാം. എന്തായാലും ഇതിനെതിരെ നല്ല ശക്തമായ അന്വേഷണം വേണം. ആരോടാണ് പറയേണ്ടത്? പിണറായി പോലീസിനോടോ? അവരോട് പറയാൻ പറ്റുമോ? എന്താ ചെയ്യുക? അനുഭവിക്കുക തന്നെ. ഹിന്ദുക്കളായ നമ്മളൊക്കെ ഇത് അനുഭവിക്കുക. വേറൊന്നും ഒരു വഴിയുമില്ല. ഇന്ന് ഇവിടെ സ്കൂൾ ഗ്രൗണ്ടിൽ മൊകേരി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഒരുപാട് കുട്ടികൾ പഠിക്കുന്ന ആ സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ബോംബ് ശേഖരം കണ്ടെത്തിയിട്ടുണ്ട്. SDPIന്റെ കേന്ദ്രമാണ്. നിങ്ങൾ തന്നെ വഴിവെച്ചു കൊടുത്തു. നിങ്ങൾ തന്നെ പാലൂട്ടി വളർത്തി. നിങ്ങൾക്ക് തന്നെ പാലയായി മാറുന്നു. ശംഭോ മഹാദേവ. കണ്ടല്ലോ, ഞാൻ ആദ്യം മെൻഷൻ ചെയ്തില്ലേ പാലക്കാട് ഒരു സ്കൂൾ ഗ്രൗണ്ടിൽ ഒരു കുട്ടി ബോംബ് പൊട്ടി പരിക്ക് പറ്റിയത്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടൊന്നും അമ്മായി ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല. അത് കാരണം രാജ്യത്തിൻ്റെ സ്വയം സേവ സംഘകർ നടത്തുന്ന സ്കൂളായതുകൊണ്ടാണ്. അത് പരിശീലനം നടത്താൻ വേണ്ടി ചെയ്തത്. കാരണം രാജ്യത്തിൻ്റെ ശത്രുക്കളെ നേരിടാൻ വേണ്ടി ഫുൾ സജ്ജീകരണം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്വയം സേവ സംഘകരുടെ സ്കൂളായതുകൊണ്ടും അത്തരം അങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോഴത്തേക്ക് അമ്മായിക്ക് അങ്ങനെ പറ്റത്തില്ല കേട്ടോ. അത് നിങ്ങൾ ഒന്നും വിചാരിക്കരുത്. പിന്നെ അമ്മായി മറുപടി പറയാൻ പറഞ്ഞതുകൊണ്ട് മാത്രം പറയാണ്. ഈ പച്ചക്കൊടി കണ്ടതാണ് ഇപ്പോൾ അമ്മായിയുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം പച്ചക്കൊടി കണ്ടു കഴിഞ്ഞാൽ വിഷയമാണെന്നേ. പച്ചയ്ക്ക് ഒരു മസ്ജിദുകൾ ഇടിച്ചു പൊളിക്കുന്നു, ക്രിസ്ത്യൻ ദേവാലയങ്ങൾ ഇടിച്ചു പൊളിക്കുന്നു, അവരുടെ വിശ്വാസങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളെ തെരുവിലിട്ട് തല്ലുന്നു. ഇതിനൊന്നും ഈ അമ്മായി തള്ളയ്ക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ എന്താണ് പ്രശ്നം? ഇവിടെ മനഃപൂർവ്വം ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ തെല്ലിക്കാൻ വേണ്ടി ആരൊക്കെയോ ചെയ്ത് വെക്കുന്നതാണ് എന്നാണ് അമ്മച്ചി പറയുന്നത്. സത്യത്തിലുണ്ടല്ലോ, നിന്നെപ്പോലുള്ള ജന്മങ്ങൾ ഈ കേരളത്തിൽ പിറവി കൊണ്ടതാണ് ഈ നാടിൻ്റെ ഏറ്റവും വലിയ ശാപമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കാൻ യോഗ്യർ നിങ്ങൾ തന്നെയാണ്. അത് കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും